ആൻഡ്രോയിഡ് 16 നമ്മുടെ ഫോണിൽ കിട്ടിയിരിക്കുകയാണ്. പിക്സൽ 9 Pro XL ആണ് ആൻഡ്രോയിഡ് 16ന്റെ ബീറ്റ വെർഷൻ 1 കിട്ടിയിരിക്കുന്നത്. ബീറ്റ വെർഷൻ 1 ആണ് കേട്ടോ. ഇതും എല്ലാ ബ്രാൻഡുകളുടെ ഫോണിൽ വന്നിട്ടില്ല, ഇപ്പോൾ പിക്സൽ ഫോണുകളിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. എനിക്കറിയാം ഓൾറെഡി ആൻഡ്രോയിഡ് 15 തന്നെ ആർക്കും കിട്ടിയിട്ടില്ല, ആർക്കുമല്ല പലർക്കും കിട്ടിയിട്ടില്ല. എന്നിട്ടാണ് 16ന്റെ കാര്യം. സത്യം പറഞ്ഞാൽ 16 ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്ത് വരുമ്പോൾ എന്താണ് തോന്നിയത് ഞാൻ പറയാം. എന്താണ് തോന്നിയത് ഞാൻ പറയാം. ഒരു പക്ഷേ അത് അവസാനം പറയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കണക്ട് ആവുക. സോ എന്തൊക്കെയാണ് ആൻഡ്രോയിഡ് 16ൽ പുതിയതായിട്ട് പറയപ്പെടുന്ന കാര്യങ്ങൾ? ഒരു 5-8 കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയുന്നുണ്ട്, അതെല്ലാം ഞാൻ പറയാം. സോ ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, ഒപ്പം തന്നെ ഐഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒന്ന് അറിഞ്ഞോളൂ. കാരണം ഐഫോൺ ഇന്ന് പല സംഭവങ്ങളും ഇൻസ്പിറേഷൻ കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. സോ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ആൻഡ്രോയിഡ് 16 2.86 GB ആണ് ഇതിൻ്റെ സൈസ് വന്നത്, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. പിന്നെ ഈ ആൻഡ്രോയിഡ് വെർഷൻ്റെ പേര് ബക്ലാവ എന്നാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ എഴുതി വെച്ചിട്ടുണ്ട്, ബക്ലാവ. ഇത് ഞാൻ സത്യമായി ഇങ്ങനെ ഒരു സ്വീറ്റിനെ കുറിച്ച് എനിക്ക് പരിചയമേ ഇല്ലായിരുന്നു. ഇവിടെ അവൈലബിൾ ആണ്, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ബാക്കുവിൽ ഒരു ഇവന്റിന് പോയപ്പോഴാണ് അവിടെയാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട സ്വീറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെട്ടത്. അവിടെ നിങ്ങൾ വാങ്ങിക്കൊണ്ടുവരൊക്കെ ചെയ്തു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ എല്ലാ ഷോപ്പുകളിലും ഉണ്ട് ഈ സാധനം. എന്തായാലും പേര് ബക്ലാവ എന്നാണ്. എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കാം. ആദ്യം തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഘടകം എന്ന് പറയുന്നത്, ഈ ആൻഡ്രോയിഡ് 16 ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സംഭവം ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കൺട്രോൾ ആപ്പ് ഡ്രോ ഒക്കെ പരിശോധിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കൺട്രോൾ സെൻറ്റർ പരിശോധിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സെറ്റിങ്സിൽ കയറി സെറ്റിങ്സും മൊത്തം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഒരു മാറ്റവും ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഇൻസ്റ്റാൾ ആയില്ലേ എന്ന് കയറി സെറ്റിങ്സിൽ പോയിട്ട് അബൌട്ട് എടുത്ത് നോക്കിയപ്പോൾ ആൻഡ്രോയിഡ് 16 ബക്ലാവാന്ന് കിടക്കുന്നുണ്ട്. പേര് മാത്രമേ മാറിയിട്ടുള്ളൂ. കാണാനൊക്കെ ഏറെക്കുറെ പക്ക സെയിം ആണ്, യാതൊരു മാറ്റവും കാര്യമായിട്ട് പ്രതീക്ഷിക്കേണ്ട. അതായത് കോസ്മെറ്റിക് ചേഞ്ചുകൾ, വിഷ്വലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുതുമ വേണമെന്നുള്ളവരെ സംബന്ധിച്ച് ആൻഡ്രോയിഡ് 15 നിന്ന് 16ലേക്ക് വരുമ്പോൾ യാതൊരു മാറ്റവും ഉണ്ടാവാനില്ല, സെയിം ഫീൽ ആയി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫീച്ചറിലേക്ക് വരാം. ഏറ്റവും കൂടുതൽ ഈ സമയങ്ങളിൽ റീലിലൊക്കെ കണ്ടുവന്നൊരു സംഭവമാണ് ഓഡിയോ ഷെയറിംഗ്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് വന്നു, അടിപൊളി. അതായത് നമ്മളൊരു പാട്ട് ഇതിൽ പ്ലേ ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ഇയർബഡ് വെച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഓഡിയോ ഷെയറിംഗ് ഓൺ ചെയ്താൽ നമ്മുടെ കൂട്ടുകാർക്കും ഇയർബഡ് വെച്ചുകൊണ്ട് നമ്മൾ കേൾക്കുന്ന സെയിം പാട്ട് കേൾക്കാം, ഇയർബഡ് വെച്ചുകൊണ്ട് കേൾക്കാം. അപ്പോൾ അവരുടെ ഇയർബഡിൽ നമ്മുടെ പാട്ട് സെറ്റാണ്. രണ്ടുപേരും 2 ഇയർബഡ് വെച്ചിരിക്കുകയാണെങ്കിൽ നൈസായിട്ട് ഓഡിയോ ഷെയറിങ്ങിലൂടെ ഒരേ പാട്ട് തന്നെ 2 കൂട്ടർക്ക് കേൾക്കാം. സംഗതി സെറ്റാണ്. പക്ഷേ ആ ഫീച്ചർ ഞാൻ ഇവിടെ നോക്കിയിട്ട് ഇത് വർക്ക് ചെയ്തില്ല. സെറ്റിങ്സിൽ, കണക്റ്റഡ് ഡിവൈസിൽ, കണക്ഷൻ പ്രിഫറൻസിലാണ് ബ്ലൂടൂത്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷനായിട്ട് ഓഡിയോ ഷെയറിംഗ് എന്നത് വരണം, എനിക്ക് വന്നില്ല. അപ്പോൾ ഇതെന്താ എനിക്ക് വരാത്ത? ആൻഡ്രോയിഡ് 16 തന്നെയാണോ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ തപ്പിയപ്പോഴാണ് 2-3 കണ്ടീഷൻ ഉണ്ട്. ബ്ലൂടൂത്ത് 5.3 അല്ലെങ്കിൽ എവോ ഉള്ള ബ്ലൂടൂത്ത് കണക്ഷൻ ഉണ്ടായിരിക്കണം ഇയർബഡിൽ. 2 ലോ എനർജി ഓഡിയോ LE ഓഡിയോ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഇത് കൂടാതെ ഓറോ കാസ്റ്റിംഗ് സപ്പോർട്ട് ചെയ്യണം. ഇത് 3 സപ്പോർട്ട് ചെയ്യുന്ന ഇയർബഡുകളാണെങ്കിൽ വളരെ വിരളമായിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെ സാധാരണ ഇയർബഡ് കൈപിടിച്ചിരിക്കുന്ന ആർക്കും ഇത് ഉപകാരപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എനിക്കിവിടെ വന്നില്ല. ഞാനിവിടെ സാംസങ് ബഡ്സ് 3 പ്രോയ്ക്കാണ് കണക്ട് ചെയ്തത്. ബട്ട് ഇൻഫാക്റ്റ് എനിക്കിത് വന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഓഡിയോ ഷെയറിംഗ് വർക്ക് ചെയ്യില്ല. സോ അപ്പോൾ ആ ഓഡിയോ ഷെയറിംഗ് എന്ന് പറഞ്ഞിട്ട് റീലിലൊക്കെ കാണുന്ന പൊളി എല്ലാവർക്കും നമുക്ക് ഓഡിയോ ഷെയറിംഗ് കിട്ടും, നമുക്ക് 2-3 ആൾക്ക് ഇയർബഡ് വെച്ച് ഇങ്ങനെ ഷെയർ ചെയ്യാൻ നമുക്ക് വിചാരിച്ച് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ കാത്തിരിക്കേണ്ട. ഈ തരത്തിലുള്ള ഇയർബഡ് കയ്യിലുള്ളവർ മാത്രം കാത്തിരുന്നാൽ മതി. അതാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോഴത്തെ അവസ്ഥ. അതാണ് ഒരു ഫീച്ചർ. ഏറ്റവും കൂടുതൽ ഇവിടെ പറഞ്ഞു കേട്ട ഒരു ഫീച്ചറിൻ്റെ അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി ഞാൻ മനസ്സിലാക്കിയതിൽ വല്ല തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എന്തെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും. എല്ലാവരും കമൻറ്റ് കൂടി ഒന്ന് നോക്കിയോളൂ. ഇനി രണ്ടാമത്തെ ഫീച്ചറാണ് നോട്ടിഫിക്കേഷൻ കൂൾ ഡൗൺ. തീർച്ചയായിട്ടും ഉപകാരപ്രദമാണ്. കാരണം ഒരു മെസ്സേജ് ഇപ്പോൾ വാട്സപ്പിൽ നിന്ന് ഒരാൾ ഇങ്ങനെ തുടരെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ടിങ് 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 നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ ടോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കില്ലേ, ആ സംഭവം ഒഴിവാകും. അത് ഒരാൾ തന്നെ തുടർച്ചയായിട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരെണ്ണം നല്ല സ്ട്രോങ് ആയിട്ട് നോർമൽ സൗണ്ട് അടിച്ചാൽ അടുത്തത് വരുമ്പോൾ ഇത്തിരി സൗണ്ട് കുറയും. വീണ്ടും അതേ ഇതിൽ നിന്ന് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അടുത്ത സൗണ്ട് കുറയും. ലാസ്റ്റ് അത് സൗണ്ട് വളരെ കുറഞ്ഞു നിൽക്കും. അപ്പോൾ നമുക്ക് ഡിസ്റ്റർബൻസ് ആവില്ല. തുടരെ ഒരാൾ ശല്യപ്പെടുന്ന രീതിയിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ട് കുറഞ്ഞു നിൽക്കും. ഡിസ്റ്റർബൻസ് ഇല്ലാതെ കാര്യങ്ങൾ കൺട്രോൾ ആവും. നല്ല കാര്യമാണ്. എന്നാൽ നിങ്ങൾക്ക് ചില നമ്പറുകൾ നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല. അതായത് ഇപ്പോൾ നിങ്ങളുടെ വല്ല ലവറോ അങ്ങനെ ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ കൂൾ ഡൗൺ ഇട്ട് അത് മ്യൂട്ടാക്കി വെച്ച് കുത്തിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അത്തരം നമ്പറുകൾ വേണമെങ്കിൽ എക്സെപ്ഷനിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു സൗകര്യം ഉണ്ട് കേട്ടോ. എന്തായാലും ഉപകാരപ്രദമാണ്. ഇത്തരം നമ്പറുകൾ എക്സെപ്ഷൻ ഇടാൻ മറക്കണ്ട, പണി പിന്നാലെ വരും. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് റിച്ച് നോട്ടിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഡൈനാമിക് ഐലൻഡ്, ഐഫോണിലൊക്കെ നമ്മൾ ഡൈനാമിക് ഐലൻഡിൽ കാണുന്നൊരു സംഭവമില്ലേ, നമ്മൾ എന്തെങ്കിലും ടൈമറോ അല്ലെങ്കിൽ ലൈവ് ആക്ടിവിറ്റി ആണെങ്കിൽ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത്. അതുപോലെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ഈ സൈഡിൽ തെളിഞ്ഞ് നിൽക്കുമെന്നാണ് പറയുന്നത്. ടൈമർ ഒന്നും ഇടുമ്പോൾ അങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നില്ല. അതിവിടെ ചെറിയൊരു ഡോട്ട് പോലെ ടോപ്പ് ലെഫ്റ്റ് കോർണറിലൊരു ചെറിയ ഡോട്ട് പോലെ കാണുന്നുള്ളൂ. ഇവിടെ സൊമാറ്റോയിലോ മറ്റേ ഫുഡൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ മുകളിൽ അതിങ്ങനെ ഇത്തിരി നീളത്തിൽ നമ്മുടെ ഐഫോണിൽ ഡൈനാമിക് ഐലൻഡ് നിൽക്കുന്ന പോലെ നിൽക്കുമെന്നാണ് പറയുന്നത്. ലോക്ക് സ്ക്രീനിലും അങ്ങനെ വരുമെന്നാണ് പറയുന്നത്. ഞാൻ ഈ ഫോണിൽ ശരിക്കും പറഞ്ഞാൽ സൊമാറ്റോ ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കത് നോക്കാൻ പറ്റിയില്ല. ബട്ട് എന്തായാലും അങ്ങനെയൊക്കെ വരുമെന്ന് പറയുന്നു. ലൈവ് ആക്ടിവിറ്റി തന്നെ, ലൈവ് ആക്ടിവിറ്റി കാണാം. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നവർക്ക്
ലൈവ് ആക്ടിവിറ്റി നല്ല കാര്യമാണ്. ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഘടകം, നല്ല ഘടകം എന്ന് പറയുന്നത് D&Dയിൽ കൂടുതൽ കസ്റ്റമൈസേഷൻ വന്നിട്ടുണ്ട്. അതായത് ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്. നമ്മളിപ്പോൾ ഒരു മീറ്റിംഗിൽ ഇരിക്കുകയാണ്, നമ്മൾ സ്ഥിരം പോകുന്നത് സിനിമയ്ക്ക് പോകുന്നു, തിയേറ്ററിൽ പോകുമ്പോൾ നമ്മളൊരു മോഡ് ഇട്ടു, സിനിമ മോഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മോഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ടൈമിൽ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ തരം കോളുകൾ വരണം, ബാക്കിയുള്ളതൊക്കെ സൈലൻ്റ് ആക്കുക, ആ രീതിയിൽ ചെയ്യുന്ന പരിപാടിയുണ്ട്. അതിപ്പോൾ നമ്മുടെ സെറ്റിംഗ്സിൽ D&D എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കസ്റ്റം മോഡ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ സൈക്കിൾ ചവിട്ടുന്ന നേരത്ത് സൈക്കിളിൽ നിന്നൊരു മോഡ് കൊടുത്തിട്ട് അതിൽ ആ ടൈമിൽ എന്നെ ആരൊക്കെ വിളിക്കാം, ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ നിന്ന് മാത്രം ഞാൻ 2-3 കോൺടാക്ട് എടുത്ത് കൊടുത്താൽ, അതേപോലെ ഏതൊക്കെ ആപ്പിൽ ഇത് നോട്ടിഫിക്കേഷൻ വരാം ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോൾ ആ മോഡ് ഇട്ട് സൈക്കിൾ ചവിട്ടിയാൽ ആ പറഞ്ഞ കോൺടാക്റ്റിൽ നിന്നുള്ള കോൾ മാത്രമേ നമുക്ക് ലൗഡായിട്ട് കേൾക്കൂ, ബാക്കിയെല്ലാം സൈലൻ്റ് ആയി പോകും. അത് നല്ലൊരു പരിപാടിയാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് പല മോഡുകൾ സെറ്റ് ചെയ്യാം. സിനിമ കാണുമ്പോൾ, വർക്ക് ചെയ്യുമ്പോൾ, നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് പല മോഡ് ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൃത്യമായിട്ട് വർക്ക് ചെയ്യും. കൂടുതൽ കസ്റ്റമൈസേഷനോട് കൂടി D&D വരും. ഇനി അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് കണക്റ്റ് സ്റ്റോക്ക് ആൻഡ്രോയിഡിൽ വരികയാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഫീച്ചർ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ വാച്ചിൽ നിന്നും മറ്റുമൊക്കെ നമ്മുടെ സാംസങ്ങിൽ ആപ്പിളിൻ്റെ ഹെൽത്ത് ആപ്പ് ഉണ്ടല്ലോ, അതേപോലെ സ്റ്റോക്ക് ആൻഡ്രോയിഡിൽ തന്നെ ഹെൽത്ത് ആപ്പ് വരുന്നു. നമുക്ക് എല്ലാം മോണിറ്റർ ചെയ്യാം ആപ്പിനകത്ത്. അത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയ ഘടകമാണെന്നുള്ളത് നിങ്ങൾ നോക്കുക. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഹെൽത്ത് ഡാറ്റ മുഴുവൻ ഒറ്റയ്ക്ക് ഒരുമിച്ച് മോണിറ്റർ ചെയ്യാൻ പറ്റുമല്ലോ, ഉപകാരപ്രദമാണ്. ഇനി അടുത്തൊരു കാര്യമാണ് ഡെസ്ക്ടോപ്പ് വിൻഡോയിങ് എന്ന് പറയുന്ന ഒരു സംഭവം. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡ് 16 വരുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമല്ല. ഫോണിൽ മൾട്ടി വിൻഡോ നമ്മൾ നോർമലി കാണാം. ഇപ്പോൾ ഇത് ആൻഡ്രോയിഡ് 16 ആണ്, ഇതിൽ മൾട്ടി വിൻഡോ കിട്ടുന്നുണ്ടല്ലോ. ഇത് തന്നെ 3 വിൻഡോ ആയിട്ടൊക്കെ ഓപ്പൺ ചെയ്ത് തരാൻ പറ്റും എന്നുള്ളതാണ്. അത് ശരിക്കും ഈ ഫോണുകൾക്ക് ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. ടാബുകൾക്ക് അല്ലെങ്കിൽ ഫോൾഡിംഗ് ഫോണുകൾ വരുമ്പോൾ 3 വിൻഡോ ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുക, പോപ്പപ്പ് വിൻഡോ ആക്കുക, അങ്ങനെ എല്ലാ സംഭവങ്ങളും സ്റ്റോക്ക് ആൻഡ്രോയിഡിൽ തന്നെ ക്ലിയർ ആയിട്ട് വരികയാണ്. അത് വലിയ ഡിസ്പ്ലേ ഉള്ള ഫോണുകൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അതിപ്പോൾ വരുമല്ലോ, ആൻഡ്രോയിഡ് 16 ടാബുകളും ഫോൾഡുകളൊക്കെ ഇനി സജീവമാവുമല്ലേ, അപ്പോൾ അവിടേക്ക് നമുക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. നോർമൽ ഫോണിൽ വലിയ പ്രത്യേകതയൊന്നുമില്ല. ഇനി മറ്റൊരു നല്ല ഫീച്ചറാണ് ആപ്പ് ഓറിയൻറ്റേഷൻ. അതും ഈ പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് ടാബുകൾക്കായിരിക്കും കൂടുതൽ ഉപകാരപ്പെടുക. അതായത് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഫോണിൽ ഫുള്ളായിട്ട് നമുക്ക് ഓപ്പൺ ആയി വരും. ബട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഐപാഡിൽ നമ്മൾ കാണിച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ, ഞാൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബ്ലാക്ക് ബോർഡർ കാണാം. ഇത് ഈ ആപ്പ് ഫുൾ സ്ക്രീൻ ആവുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ അത് ഇനി സപ്പോർട്ട് ചെയ്യും. ആൻഡ്രോയിഡ് 16 വരുമ്പോൾ ഏത് ആപ്പായാലും അത് ഫുൾ സ്ക്രീനിലേക്ക്, അത് ടാബിലായാലും ഫോൾഡിംഗ് ഫോണിലായാലും ഒക്കെ ഫുൾ സ്ക്രീനിലേക്ക് വരും. ഇവിടെ എൻ്റെ കയ്യിൽ സാംസങ് ഫോൾഡാണുള്ളത്, പക്ഷേ ഇതിലൊക്കെ ഇൻസ്റ്റാഗ്രാം ഫുൾ സ്ക്രീൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് സപ്പോർട്ട് ചെയ്യാത്ത ടാബുകളോ ഫോൾഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലും ഇനി സപ്പോർട്ട് ചെയ്യും. ആൻഡ്രോയിഡ് 16 വരുന്നതോടെ എല്ലാം സപ്പോർട്ട് ചെയ്യും. ഫുൾ സ്ക്രീൻ ആയിട്ട് തന്നെ കാണാം. അതൊരു ഭംഗിയാണ്. സൈഡിൽ ബ്ലാക്ക് ബോർഡർ കിടക്കുന്ന വൃത്തിയില്ല. അതൊരു നല്ല ഫീച്ചറാണ്. ഫീച്ചറല്ല, അത് ഡിഫോൾട്ടായിട്ട് വേണ്ടതാണ്. ഇനി മറ്റൊരു കാര്യമാണ് ഐഡൻറ്റിറ്റി ചെക്ക് എന്ന് പറയുന്ന ഒരു ഫീച്ചർ. അതും ഈ ഇങ്ങനെ കുറേ സംഭവങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ ഐഫോണിലുള്ള ഒരു സംഗതികൾ തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഐഡൻറ്റിറ്റി ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫോൺ ഈ ലൊക്കേഷനിൽ വേറൊരു ലൊക്കേഷനിൽ പോയിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് പാസ്വേഡ് മാറ്റാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ ചോദിക്കും. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ഫോൺ എടുത്തുകൊണ്ട് പോയി വേറെ പോയിട്ട് നമ്മുടെ ഫോൺ റീസെറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബയോമെട്രിക് നമ്മുടെ ഫിംഗർ പ്രിൻറ്റോ ഫേസ് അൺലോക്കോ വേണമെന്ന് പറയും. അപ്പോൾ അവർക്ക് എന്തായാലും നമ്മുടെ ഫേസ് വെച്ച് നമ്മുടെ ഫിംഗർ വെച്ച് അൺലോക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, നമുക്ക് തന്നെയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലൊരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ഐഫോണിൽ ഇതുണ്ട് കേട്ടോ. ഐഫോണിൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സാധനം കൂടി ഉണ്ട്. റീസെറ്റ് ചെയ്യാനൊക്കെ നോക്കി കഴിഞ്ഞാൽ വേറെ ലൊക്കേഷൻ ആണെങ്കിൽ 1 അവർ കൂൾ ഡൗൺ പീരീഡ് ചോദിക്കും. 1 അവർ കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ പറഞ്ഞ ഫേസ് അൺലോക്കൊക്കെ വയ്ക്കുകയും വേണം. സോ അത് ഒരു നല്ല ഫീച്ചറാണ്. അത് ഇതിലേക്കും വരും. അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ആരെങ്കിലും നമ്മുടെ ഫോണൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് പോയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ലോഗിൻ ചെയ്യാനോ പാസ്വേഡ് മാറ്റാനൊക്കെ നോക്കിയാൽ ബ്ലോക്ക് ആവുമല്ലോ. പിന്നെ ഇതിനകത്ത് വരുന്നത് APV കോഡക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ സപ്പോർട്ട് ആൻഡ്രോയിഡ് 16 വരുന്നതോടുകൂടി വരും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നല്ല പ്രോ ലെവലിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും, ഇപ്പോൾ നമ്മൾ ഡാവിൻസി റിസോൾവിൻ്റെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വലിയ വീഡിയോ പ്രോ ലെവലിലുള്ള സീരിയസ് ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ ആൻഡ്രോയിഡിൽ നോക്കുമ്പോൾ നമുക്ക് അത്രയും നല്ലൊരു വീഡിയോ ഷൂട്ടിംഗ് പവറോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പവറോ ഒന്നും ആൻഡ്രോയിഡ് ഫോണുകളിൽ കിട്ടില്ല. പക്ഷേ ഈ ഒരു സപ്പോർട്ട് വരുന്നതോടുകൂടി നമുക്ക് കുറേ കൂടി ബെറ്റർ ക്വാളിറ്റിയിൽ ഒരു റിയൽ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ക്വാളിറ്റി വീഡിയോ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു സെറ്റപ്പാണ്. സോ അപ്പോൾ അത് ഒരു നല്ല മാറ്റമായിട്ട് ആൻഡ്രോയിഡ് 16. സോ അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് ആൻഡ്രോയിഡ് 16 നമ്മുടെ കിട്ടിയപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഇതിനകത്ത് വരാൻ പോകുന്ന മാറ്റങ്ങളായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ സംഭവങ്ങളിൽ കോസ്മെറ്റിക്കായിട്ട് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നിടത്ത് തന്നെ പലർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ ഫീച്ചറുകളിൽ നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഏത് ഫീച്ചറാണ്? ഓഡിയോ ഷെയറിംഗ് ആണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അതിൻ്റെ അവസ്ഥയാണെങ്കിൽ ഇങ്ങനെയാണ്. ബാക്കിയുള്ളതൊക്കെ എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയോ? എന്നെ സംബന്ധിച്ച് ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഒരു പുതുമയായിട്ട് തന്നെ തോന്നുള്ളൂ. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് മിക്കവാറും ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഓൾറെഡി പല ഫോണുകളിലുണ്ട്. പ്രത്യേകിച്ച് സാംസങ് ആപ്പിൾ ഇടും, അത് ആൻഡ്രോയിഡ് അല്ലല്ലോ. ആ സാംസങ്ങിലൊക്കെ ഓൾറെഡി ഉള്ള ഫീച്ചറുകൾ തന്നെയാണ്, പല ഫോണുകളിലുള്ള ഫീച്ചറുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് 16 ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ കാത്തിരിക്കണമെന്നൊന്നും ഒരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ കാത്തിരിക്കാം വേറെ രീതിയിൽ.
ഇപ്പോൾ ആൻഡ്രോയിഡ് 15 ബേസ്ഡ് One UI 7 നമ്മൾ കാത്തിരുന്നല്ലോ, അതുപോലെ സാംസങ്ങിൻ്റെ One UI 8 ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 16 വരുന്നുണ്ടെന്ന് പറയുമ്പോൾ സാംസങ് എന്തെങ്കിലും പുതുമയുള്ളത് കൊണ്ടുവരുമെന്ന് കാത്തിരിക്കും. അല്ലെങ്കിൽ ഓപ്പോ, OnePlus അങ്ങനെ പല ബ്രാൻഡുകളും ആൻഡ്രോയിഡ് 16 ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും പുതുമകൾ അവരുടേതായ UI കൊണ്ടുവന്നാലേ ഉള്ളൂ. എന്തായാലും സ്റ്റോക്ക് ആൻഡ്രോയിഡ് 16 ഗംഭീരം എന്ന് പറയാനുള്ള സംഭവങ്ങളൊന്നും കണ്ടില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സോ അത്രയുമാണ് ആൻഡ്രോയിഡ് 16 ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. വീണ്ടും ഒരു വീഡിയോ കാണാം.